കൊല്ലം കുണ്ടറ സ്വദേശി സിയാദിന്റെ മരണത്തിൽ ഉയർന്ന കസ്റ്റഡി മർദ്ദന ആരോപണം അന്വേഷിക്കാൻ കൊല്ലം റൂറൽ എസ്.പിക്ക് DGP നിർദ്ദേശം നൽകി. കസ്റ്റഡിയിൽ മർദ്ദനമുണ്ടായോ എന്നതടക്കമുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് തേടിയതിന് പിന്നാലെയാണ് നടപടി. സുധീഷ് കുമാർ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സുധീഷ്, സിയാദിന്റെ മരണവുമായി ബന്ധപ്പെട്ട പോലീസിനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുകയാണ്. ഇപ്പോൾ കൊല്ലം റൂറൽ എസ്.പിക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് DGP ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ. എന്താണ് വിശദാംശങ്ങൾ? തീർച്ചയായും ഈ മരണത്തിൽ കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്ന തരത്തിലുള്ള അന്വേഷണമാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ഏതായാലും ഈ DGP കൊല്ലം റൂറൽ എസ്.പിക്ക് ഇതിന്റെ അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉടൻ തന്നെ നടത്തി. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉടൻ സമർപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഈ നിർദ്ദേശത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ അന്വേഷണം കൊല്ലം റൂറൽ എസ്.പിക്ക് നൽകിയിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ ഇവിടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. പോലീസ് ഇപ്പോഴും പറയുന്നത് ഈ കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടില്ല എന്നും ഒപ്പം തന്നെ ഇയാളുടെ മരണകാരണം മഞ്ഞപ്പിത്തം മൂലമുള്ള അസുഖം മൂർച്ഛിച്ചതാണ് മരണകാരണമെന്നുമാണ് പോലീസിന്റെ വിശദീകരണം. പക്ഷേ ഈ മർദ്ദനമേറ്റ പാടുകളോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇല്ല എന്ന് പോലീസ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഉണ്ടായ എന്തെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്ന തരത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഇതിനകത്ത് എന്തായാലും പുരോഗമിക്കുന്നത്. ഈ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ മാസം ജൂൺ 16-നാണ്. ജൂൺ 16-ന് സിയാദിനെ കസ്റ്റഡിയിലെടുത്തു. അത് പ്രദേശത്തുള്ള കുട്ടികളുടെ കാണാതായതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസായിരുന്നു. 2 കുട്ടികളെ പ്രദേശത്തു നിന്ന് കാണാതാകുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. പക്ഷേ പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ സിയാദിന് ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ഒരു വ്യക്തതയില്ല എന്നും അല്ലെങ്കിൽ ഇതിൽ ബന്ധപ്പെട്ട ആളല്ല എന്നും പോലീസിന് മനസ്സിലാവുകയും പോലീസ് ഇയാളെ വിട്ടയക്കുകയുമായിരുന്നു. ഈ ഒരു സമയം ഈ കസ്റ്റഡിയിലെടുത്ത ഈ സിയാദിനെ പോലീസ് ജീപ്പിൽ വെച്ച് മർദ്ദിക്കുന്ന തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായി എന്നാണ് ഈ പരാതിക്കാരി ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പോലീസിനെതിരെ ഒരു പരാതിയുമായി ഇപ്പോൾ ഇവർ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കുടുംബം ആരോപിക്കുന്നത് കസ്റ്റഡി മരണം ഉണ്ടായി എന്ന് തന്നെയാണ്. കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ക്രൂരമർദ്ദനത്തിന് ശേഷം പിന്നീട് ചികിത്സ തേടിയ സിയാദ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് മരണപ്പെടുന്നത്. ഏതായാലും ഈ സംഭവത്തിൽ കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം ഉണ്ടായ പീഡനങ്ങളൊക്കെ തുടർന്നാണോ ഈ മരണം സംഭവിച്ചത് എന്ന തരത്തിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ DGP ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഏതായാലും കൊല്ലം റൂറൽ എസ്.പി കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.